വിജയലക്ഷ്മി എഴുതിയ കൗസല്യ എന്ന ഈ കവിത എത്രത്തോളം ഭാവാർദ്രമായി ശ്രീലയ ആലപിച്ചു എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. ലീലാക്ഷൻ സർ. ശ്രീലയ വിഷാദാർദ്ര ഗംഭീരമായിട്ട് കവിത ചൊല്ലി. കവിത കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിവേൽപ്പിച്ചു പോയി. കവിത കഴിഞ്ഞപ്പോൾ ഞാൻ ചോര വാരുന്ന എൻ്റെ അകത്തേക്ക് നോക്കി. അത് എനിക്കെതിരെയായിട്ടുള്ളൊരു വിചാരണയാണെന്ന് തോന്നി. കൗസല്യയുടെ പ്രണയം. കൗസല്യയെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് രാമനെ പ്രസവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാനെന്ന് പറയുന്നത് ലീലാകൃഷ്ണൻ എന്ന മനുഷ്യനല്ല, അല്ല, പുരുഷൻ. പുരുഷന് സ്ത്രീയെ ആവശ്യമുള്ളത് സ്വന്തം മക്കളെ പ്രസവിക്കാൻ മാത്രമാണ്. തളരുമ്പോൾ മകനെ പോലെ മാറിൽ വന്ന് നിലവിളിച്ച് പറയാനാണ്. പക്ഷേ ദൂരെ ഉണ്ടല്ലോ അങ്ങളൊക്കെയും മറന്നങ്ങനെ വിഹരിച്ച മണ്ഡപങ്ങളെ, തളിർശയെ, ചതഞ്ഞതാം മുല്ലമാലയെ, സഖി ചുറ്റിയ വെൺപട്ടിനെ, പൊതിഞ്ഞു പിടിച്ചൊരു പ്രണയത്തിന്റെ നീറുന്ന വിഷാദം. ഒരുപക്ഷെ ബാലാമണിയമ്മയ്ക്ക് ശേഷം മലയാളത്തിൽ പ്രണയവാത്സല്യങ്ങളെ ഇത്രയേറെ അഗാധമായി അടയാളപ്പെടുത്തിയ ഒരു കവിത വിജയലക്ഷ്മിയുടെ കൗസല്യ പോലെ ഞാൻ വായിച്ചിട്ടില്ല. അത് വായിച്ച കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയൊരു കവിതയാണ്. എനിക്ക് നേരെയുള്ള വിചാരണയാണ്, പുരുഷവർഗത്തിന് നേരെയുള്ള വിചാരണയാണ്. ഒരു അവകാശവാദവുമില്ലാതെ, ഒരു ആയുധവുമില്ലാതെ നിരായുധയായി നിഷ്കളങ്കവും നിരുപാധികവുമായ സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹിഷിക്ക് മറ്റൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഈ വിഷാദമുണ്ടല്ലോ, അത് നന്നായി തന്നെ, വളരെ ഭംഗിയായി തന്നെ, എവിടെയും എനിക്കൊരു പിഴവും തോന്നിയില്ല. മനസ്സിനെ വല്ലാതെ ഏതെങ്കിലും പിഴവുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ സമഗ്രാനുഭവങ്ങൾ വന്നാൽ ചില പിഴവുകളെ അന്വേഷിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു മതം. ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല. നന്നായി. ഭാവത്തിലുണ്ടായിരുന്ന ഒരു സമഗ്രത അത് എടുത്ത് പറയാതെ വയ്യ. അതുകൊണ്ട് ചിലർ പെശകൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഭാവത്തിൻ്റെ വല്ലാത്തൊരു ഒഴുക്ക് അതുണ്ടായിരുന്നു. ഇവിടെ ഒരു താരതമ്യമാണ് നടക്കുന്നത്, അല്ലേ? കൈകേയിയെയും തന്നെയും ദശരഥൻ്റെ മുമ്പിൽ താരതമ്യപ്പെടുത്താണ്. കാര്യേഷു മന്ത്രി കരണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ശൈനേഷു വേശ്യ എന്നാണ്. ഭാര്യ അങ്ങനെ ആയിരിക്കണം എന്നാണ്. ദശരഥനെ സംബന്ധിച്ചിടത്തോളം കൈകേയി അങ്ങനെ ആയിരുന്നു. അതേസമയം സ്വന്തം ശയാകാരത്തിലെത്തിയ ഭർത്താവിന് മുമ്പിൽ കൗസല്യ എന്തായിരുന്നു? കൗസല്യയ്ക്ക് മാതൃഭാവമായിരുന്നു. അത് തൻ്റെ ദൗർബല്യമാണെന്നാണ് കൗസല്യ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ ഒരു മകനെ പോലെ സ്വീകരിക്കാനേ കൗസല്യയ്ക്ക് കഴിയുന്നുള്ളൂ. ആ കൗസല്യയുടെ ഒരു വളരെ ഗാഠമായിട്ടൊരു വിഷാദം അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് ശ്രീലയ ചൊല്ലിയത്. ആശംസകൾ. കൗസല്യ ഭാരതപുരാണത്തിൽ എല്ലായ്പ്പോഴും ധർമ്മസങ്കടങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. സ്ത്രീത്വം, ഭാര്യാപദവിയുടെ മനോഹരമായ തടവറയിൽ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാൻ ബാധ്യതപ്പെട്ടവളാണ് കൗസല്യ. ആ ദുഃഖമാണ് വളരെ ഭംഗിയായി വിജയലക്ഷ്മി ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൈകേയിയെക്കുറിച്ച് ഇന്ത്യൻ പുരാണങ്ങളിൽ ചിലയിടത്ത് നിരൂപകന്മാരും പലതരത്തിലുള്ള രാമായണത്തിന്റെ വ്യാഖ്യാതാക്കളും എല്ലാം പറയുന്നത് കൈകേയി കറുത്തവളായിരുന്നെങ്കിൽ തന്നെയും 3 ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൾ കൈകേയിയായിരുന്നു. തന്നെയുമല്ല, ആദിവാസി ഗോത്രവർഗത്തിൽ എവിടെ നിന്നോ വന്ന ഒരു ഭാര്യയാണത്. അവൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ദശരഥൻ. അതുകൊണ്ട് മറ്റു 2 ഭാര്യമാരെക്കാൾ കൂടുതൽ ഒരു മേൽക്കൈ, അധീശത്വം കൈകേയിക്ക് എല്ലായ്പ്പോഴും ദശരഥന്റെ മേൽ ഉണ്ടായിരുന്നു. അതാണ് രാമായണം തെളിയിക്കുന്നതും. അതൊരു യുദ്ധരംഗത്ത് വെച്ച് വളരെ തന്ത്രപരമായിട്ട് ദശരഥനെ രക്ഷിച്ചവന്റെ പേരിലാണ് അത് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ദശരഥന് ഒരു ചെറിയ സൈഡ് വലിവ് നിശ്ചയമായും കൈകേയിയുടെ ഭാഗത്തേക്ക് ആയിരുന്നു എന്ന് രാമായണം വായിക്കുമ്പോൾ നമുക്കും അറിയാം. അങ്ങനെ വളരെ പ്രതീകാത്മക ഭംഗിയുള്ള തീക്ഷ്ണമായ ഒരു കവിത. ആ കവിതയെ ഇവിടെ ശ്രീലയ നല്ലതുപോലെ അവതരിപ്പിച്ചു. ഒരു ദുഃഖത്തിന്റെ വിഷാദമോഹനമായ ഒരു മധുരകാവ്യം നന്നായി അവതരിപ്പിച്ചു. കൊള്ളാം. നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ശ്രീലയ്ക്ക് 30ൽ 29. നന്ദി സർ. ജോലി ടീച്ചർ 28 മാർക്ക്. നന്ദി ടീച്ചർ. ഏതാ ശരി സർ? 29. നന്ദി സർ. 90ൽ 86 മാർക്കാണ് ശ്രീലയ്ക്ക് ലഭിച്ചത്. സന്തോഷമായില്ലേ? ഇനി ഒരു കവിത കൂടിയുണ്ട്. അതും ഇതുപോലെ തന്നെ ഭംഗിയായി ഭാവാന്തരമായി ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.